ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ചെങ്കിൽ ഞാൻ ഷിഫ. ഞാൻ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഏറെ ഇടാറ്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഞാനൊരു സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ പേജുണ്ട്, ഇന്ത്യ പേപ്പേഴ്സ് എന്നാണ് പേജിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയുള്ളവരാണെങ്കിൽ അത് ഫോളോ ആക്കാം. അത് ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് ബൊക്കറ്റ്, അതുപോലെയുള്ള ഐറ്റംസൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോസാണ് ഞാനിതിൽ പോസ്റ്റ് ആക്കാറ്. ഇൻഷാ അല്ലാഹ് അതുപോലത്തെ ചാനലിങ് വീഡിയോസും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഇപ്പോൾ കുറേ കാലമായി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തായാലും നമുക്കൊരു ചാനലും വീഡിയോ അല്ലാണ്ട് തുടങ്ങാം. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പിന്നെ എടുത്ത് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതൊരു ഷോർട്സിൽ നിൽക്കൂലാന്ന്. ഞാൻ ചാനൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ വിചാരിക്കാറുണ്ട് ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷേ ആ ചാനൽ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലല്ലേ പോവുക. എന്ന് വെച്ചാൽ മെയിനായിട്ട് ചാനൽ ചെയ്യാറ് എനിക്കിങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഒരു മൈൻഡ് ഒരു ഓക്കെ അല്ലാണ്ട് തോന്നുമ്പോഴാണ് ഞാൻ ചാനൽ ചെയ്യാറ്. അപ്പോൾ ചാനൽ ചെയ്താൽ തുടങ്ങിയാലൊരു പീസ്ഫുൾ മൈൻഡാണ് എനിക്ക് കിട്ടുക. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഏറെ ചാനൽ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ അപ്പോൾ എടുക്കാൻ പറ്റാറില്ല. ഞാൻ രാവിലെ എണീറ്റപ്പോൾ പിന്നെ ചാനലൊക്കെ തന്നെ ടേബിൾ നിന്ന് തുറന്ന് നോക്കുമ്പോൾ ടേബിൾ നിന്ന് നല്ലൊരു സൺലൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സൺലൈറ്റിൽ ചാനൽ ചെയ്താലോ എന്നുള്ള മൈൻഡിൽ പോയപ്പോൾ അങ്ങനെ ആ ഒരൊറ്റ മൈൻഡിൽ ഇരുന്നിട്ട് ചെയ്തതാണിത്. പക്ഷേ ഇത്ര നേരം ഉള്ളൊരു വീഡിയോ ഒന്നും ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചാനൽ ചെയ്യുമ്പോൾ അങ്ങനെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ മെമ്മറീസ് കീപ്പ് ചെയ്ത് വെക്കാനുള്ളൊരു ബുക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ കുറേ റൈറ്റിങ്സൊക്കെ ആയിട്ട് വരുന്ന ചാനലൊക്കെ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്താ എഴുതേണ്ടത് എന്നുള്ള ഒരു ഇതില്ല, എങ്ങനെ എഴുതണം, എവിടെ നിന്ന് തുടങ്ങണം, ആ ഒരു സാധനം മൈൻഡിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈപ്പ് ചാനൽ ചെയ്യാത്തത്. അപ്പോൾ അത് ചെയ്യാനുള്ള ഞാൻ ഫോട്ടോസും സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ അടുത്ത് മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ അധികം സ്റ്റിക്കേഴ്സ് എടുത്തില്ല. ഞാനിപ്പോൾ അടുത്ത് പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം പ്രിൻ്റ് ചെയ്തൊരു ഗ്രീൻ തീമുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിലൊന്നും എനിക്ക് തോന്നി ഒരു ഗ്രീൻ ആൻഡ് ബ്രൗൺ തീം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യമെല്ലാം അങ്ങനെ റഫായി വെച്ച് നോക്കിയിട്ട് ഞാൻ ഫോട്ടോ ജസ്റ്റ് വേറെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് വെച്ച് നോക്കലും എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്താവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം വെച്ച് നോക്കി ഫോട്ടോ എടുത്ത് സെറ്റാക്കിയതിന് ശേഷം അതിക്ക് വേണ്ട സ്റ്റിക്കറൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചാനലിന് യൂസ് ചെയ്യാറുള്ള സ്റ്റിക്കേഴ്സ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ പ്രിൻ്റ് എടുക്കാറ് ലേസർ പ്രിൻ്റിലാണ്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഫോട്ടോ ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് സ്പേസൊക്കെ വരുമല്ലേ, ആ സ്പേസിൽ അങ്ങനെ ഫോട്ടോസും അതുപോലെ സ്റ്റിക്കേഴ്സ് ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പ്രിൻ്റ് എടുക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് പിന്നെ ഒരു ഡേയുടെ കംപ്ലീറ്റ് ഫോട്ടോസൊക്കെ കിട്ടിയാൽ അങ്ങനെ ആ ഒരു ഡേത്തെ ചാനൽ ചെയ്യാനാണ് ഞാൻ ചാനൽ ചെയ്യാറ്. ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഡേ ഉണ്ടെങ്കിൽ ആ ഡേയുടെ ചാനൽ ചെയ്യാം, അങ്ങനെയാണ് മെയിനായിട്ട് ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ചാനലും ബർത്ത്ഡേയുടെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചാനലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ നോർമലി ഞാൻ കാർട്ടീമൊന്നും വെച്ച് ചാനൽ ചെയ്യുന്ന ആളല്ല കേട്ടോ. ഞാനിതിപ്പോൾ ഗ്രീൻ സ്റ്റിക്കേഴ്സ് കുറച്ച് അധികം ആ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഡ്രസ്സൊക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെയാണ് ചെയ്തതാണ്. ഫസ്റ്റിൽ എനിക്ക് ചാനൽ ചെയ്യുമ്പോൾ മടിയെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വൃത്തി ഉണ്ടാവുമോ, രസമുണ്ടാവും, സംഭവം നമുക്ക് തന്നെ എടുത്തേക്കാനാണ്, ഭംഗി ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഒരു ഇത് മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ ചെയ്തു വന്നപ്പോൾ മനസ്സിലായും കുറച്ച് സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ച് ഫോട്ടോ ഒട്ടിച്ച് ഒരു ലെവലാക്കിയാൽ ഒരു മിനിമം ഭംഗിയൊക്കെ കാണാനുണ്ടാവും എന്നുള്ളത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഞാൻ ഇതിനായിട്ടാണ് പ്രിൻ്റ് എടുത്തോന്നല്ലേ ഇരുന്നത്. ഇങ്ങനെ ഫോട്ടോസ് വരുമ്പോൾ സ്പേസ് വരുമ്പോൾ വെക്കുന്നത് അങ്ങനെ റാൻഡം സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ കുറച്ചധികം സ്പേസ് വരുമ്പോഴാണ് കുറച്ചൊരു കളർ തീമിലൊക്കെ അങ്ങനെ സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കാനൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്താൽ മതി. പിന്നെ വരക്കാൻ അറിയുന്നവരാച്ചെങ്കിൽ യാതൊരു പേരും പേടിക്കണം, നിങ്ങൾ കല അതിൽ തെളിയിച്ചിട്ട് നല്ല അടിപൊളി ചാനലാക്കാം. എനിക്ക് പിന്നെ ആ ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ വെച്ചെല്ലായിടത്തും ഫില്ല് ചെയ്യുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ രാവിലെ കൊടുത്തുകൊണ്ട് തന്നെ പുറത്തുനിന്നൊക്കെ അത്യാവശ്യം നല്ല കലപില സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. ഈ ചാനലിൽ എൻ്റെ ഫോട്ടോൻ്റെ ഇടയിൽ അൻഷിഫ എന്ന് എഴുതിയിട്ടൊരു ഗോൾഡൻ കളർ സാധനം ഒട്ടിച്ചിട്ടില്ലേ, ആ സംഭവം ഞാൻ കസ്റ്റമൈസ്ഡായിട്ട് ബേഗ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആയിരുന്നു ഞാനിപ്പോൾ ആ റിബ് എടുക്കാൻ വേണ്ടിയിട്ട് തുറന്നപ്പോൾ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് അതും കൂടെ ഒട്ടിച്ചതാണ്. അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടാലിനെ എങ്ങനെയൊക്കെ കാണാണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇതിലാകുമ്പോൾ പിന്നെ എങ്ങനെ പോവില്ല, അവിടെ തന്നെ ഇരുന്നോളൂല്ലോ. ഒരു ട്രൂത്ത് എന്താണെന്ന് വെച്ചാലും ഞാൻ ഇതുവരെ സേഫായിട്ട് എടുത്ത സാധനങ്ങളൊക്കെ കാണാണ്ട് പോയിട്ടുള്ളൂ. നോട്ടി പോയിൻറ്റ് സേഫായിട്ട് എടുത്ത് വെച്ചത് ഞാൻ സംഭവം എവിടെ വെച്ചെന്ന് മറന്നു പോകാനും എല്ലാ സാധനങ്ങളും സേഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്.
പിന്നെ അൽഹംദുലില്ലാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു 2K ഫാം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാം, പിന്നെ വീഡിയോസൊക്കെ കാണാൻ ലൈക്ക് ചെയ്യാം. പിന്നെ ഞാനൊരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഡെസ്ക് മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ട് അതിന് ഇരുന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നത് ഇതാ ഈ ചാനൽ ചെയ്യുമ്പോഴാണ്. ഡെസ്കൊക്കെ സെറ്റപ്പ് ആക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് കിടക്കുന്നതാണ് ഫുഡ് പോയ്സൺ ആയിട്ട് ഞാൻ പിന്നെ ഇന്നാണ് പൊന്തുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അന്ന് തന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ലാഗാക്കി നിന്നാൽ ഞാൻ പിന്നെ കൊടുക്കൽ ഉണ്ടാവും തോന്നുന്നില്ല. കഴിഞ്ഞിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും അതാണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. ക്ലാരിറ്റിയുടെ ചെറിയ സീനൊക്കെ ഉണ്ടാവും. ആക്ച്വലി ഞാൻ ഡെസ്ക് മേക്ക് ഓവർ മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, റൂം മേക്ക് ഓവറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഹെൽത്ത് അതിന് സമ്മതിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഈ വൈറ്റ് പേളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ടിഷ്യൂ ടെക്സ്ചർ വരുന്നത് അത് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു പിങ്ക് ഹാർട്ടൊക്കെ ഇടാം. പനിയൊക്കെ പിടിച്ച് കിടന്ന് പ്രാന്തായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നും. അങ്ങനെ മൈൻഡിനൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷേ എനിക്ക് ആ പേൾ വെച്ചപ്പോൾ എന്തോ ഇഷ്ടമായി. ഞാൻ കണ്ട വീഡിയോയിൽ പേൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോൾ എൻ്റെ ഔട്ടർ ലെയറും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലത്തെ ലെയറും സെയിം കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്ന് ബൗണ്ടറി ആക്കിയിട്ട് സെറ്റ് ചെയ്തതാണ് ആ ഒരു പേൾ. അപ്പോൾ എന്തായാലും ബാക്കി നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് കണ്ടോളി. ഇനി ചാനൽ സപ്ലൈസ് ഒന്നും കയ്യിലില്ല എന്ന് വെച്ചിട്ട് ചാനൽ ചെയ്യാണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇരിക്കരുത്. നിങ്ങളടുത്തുള്ളത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ നമ്മുടെ ഫുഡിൻ്റെ പാക്കേജ് പിന്നെ ബില്ല് അതിന്നൊക്കെ ഇങ്ങനെ ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചാനൽ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്തായാലും അതുപോലത്തെ ചാനലൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചാനലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ചാനൽ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.